ഈശ്വരിയമ്മയെ കണ്ട് സരോജം പറയുകയാണ്, ഈശ്വരിയമ്മ നല്ല സമയത്താണ് വന്നത്. മനസ്സിന് ഒരു സമാധാനവും ഇല്ല ഈശ്വരിയമ്മേ. നീയായി ഒന്നും പറയണമെന്നില്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ഈ വരവ്. കടൽക്ഷോഭത്തിന് തുല്യമായ നിന്റെ മനസ്സ് അമ്മ കാണുന്നുണ്ട്. അഗ്നിമുഖേന അമ്മ കാണിച്ചു തന്ന അടയാളങ്ങൾ അത്ര നിസ്സാരമല്ല സരോജം. അത് കേട്ടൊന്ന് പരിഭ്രമിക്കുകയാണ് സരോജം സുദർശനും. അഗ്നി പഞ്ചഭൂതഗണത്തിലെ പ്രഥമ സ്ഥാനം. വിശേഷം, കാര്യം, സംഹാരം, കർത്തവ്യം അഗ്നിയാൽ കഴിയാത്തതായി ഒന്നും തന്നെ ഇല്ല. നിന്റെ മകൾക്ക് ആ അഗ്നി മുഖേന തന്നെ ആപത്തും മോചനവും ഉണ്ടാകും. സ്വയരക്ഷയ്ക്കെന്നോണം അവൾ അഗ്നിയായി മാറേണ്ടിയിരിക്കുന്നു. കാരാഗ്രഹവാസം വെടിഞ്ഞ പ്രതിയോഗി അവന്റെ ബുദ്ധിസാമർഥ്യം കൊണ്ടും ആൾബലം കൊണ്ടും നിന്റെ കുടുംബം ശിഥിലമാക്കാൻ പാകത്തിന് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ശത്രുവിന്റെ നേരെയുള്ള വജ്രായുധം പോലെ അവൾ നിന്റെ മകളെ ഉപദ്രവിക്കും. ഇത്രയും സങ്കടം തരാൻ വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ മോളും എന്ത് തെറ്റാണ് ചെയ്തത് ഈശ്വരിയമ്മേ? കർമ്മമണ്ഡലത്തിൽ പരീക്ഷണങ്ങൾ പതിവല്ലേ സരോജം. എന്നാൽ ഇപ്പോഴുണ്ടാകാൻ പോകുന്ന ഈ ആപത്തിന് നിന്റെയോ കുടുംബത്തിന്റെയോ കർമ്മദോഷമായി കാണാൻ കഴിയില്ല. ഭർത്തഗൃഹത്തിൽ പകിട്ടാർന്ന ജീവിതം നയിക്കുന്നതിന് ഈ കടമ്പകളെല്ലാം നിന്റെ മകൾ അതിജീവിച്ചേ പറ്റൂ. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നല്ലേ പ്രമാണം. എന്റെ മോളൊരു പാവമാണ് ഈശ്വരിയമ്മ. ഈ പ്രായത്തിനിടയിൽ ഇത്രയും ആപത്തുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് സരോജം. സരോജത്തിന്റെ മകൾ ഒരു അസാധാരണ പെൺകുട്ടിയാണ്. കേവലം ഒരു ഭർത്തമതിയായി ജീവിച്ചു മരിക്കാനല്ല അവളുടെ നിയോഗം. അവളാൽ ഈശ്വരന് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. എന്നാൽ ശത്രുക്കൾ മുഖേന ഉണ്ടാകുന്ന ദുരിതങ്ങൾ നാം അനുഭവിച്ചേ മതിയാകൂ. അങ്ങനെ ശത്രുക്കൾ എന്ന് പറയാൻ വേണ്ടി ആരും ഞങ്ങൾക്ക് ഇല്ല ഈശ്വരിയമ്മേ. അത് പ്രത്യക്ഷത്തിൽ പരോക്ഷത്തിൽ ശത്രുക്കൾ ഒളിഞ്ഞിരിപ്പുണ്ട് സരോജം. അവർ പല പദ്ധതികളും ഒരുക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത വിധം. സമയക്രമമനുസരിച്ച് നിന്റെ മകൾ ആ പദ്ധതിയുടെ ഭാഗമായേക്കാം. എന്നാൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യമായ ഒരു ശക്തി അവളുടെ കൂടെ തന്നെയുണ്ട്. രക്ഷയ്ക്കായി എന്ന് പറയുകയാണ് ഈശ്വരിയമ്മ. സരോജൻ ചോദിക്കുകയാണ്, ഈ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലേ? പ്രാർത്ഥന. ഇവിടെ പ്രാർത്ഥന മാത്രമാണ് ശത്രുവിനെതിരെയുള്ള ആയുധം. പ്രാർത്ഥിക്കുക. മകൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ പ്രാർത്ഥനയാകുമ്പോൾ ഫലം കണ്ടിരിക്കും. നിന്റെ മനസ്സിലെരിയുന്ന സകല വേദനയും ഉള്ളിലെരിയുന്ന അഗ്നിയെയും അണച്ച് ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ മനസ്സിനെ മാറ്റാനും പ്രാപ്തിയുള്ള മന്ത്രമാണ് പ്രാർത്ഥന. അവരെ അനുഗ്രഹിച്ച ശേഷം അവിടെ നിന്നും പോവുകയാണ് ഈശ്വരിയമ്മ. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുന്ന ശ്രീലക്ഷ്മിയെയാണ്. ശ്രീലക്ഷ്മിക്ക് അന്നേരം തല നന്നായി വേദനിക്കുകയാണ്. പ്രസാദം വാങ്ങിയ ശേഷം നെറ്റി തടവുമ്പോൾ തിരുമേനി ചോദിക്കുകയാണ്, എന്ത് പറ്റി കുട്ടി? ഒന്നുമില്ല തിരുമേനി. ഇടത് കണ്ണ് തുടിക്കുന്നു കുറച്ചു നേരമായി. എന്താ, അത് അപശകുനമാണോ എന്ന് ചിന്തിക്കുകയാണോ? ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അങ്ങനെ ഒന്നും കുട്ടി ചിന്തിക്കേണ്ട. എല്ലാം ശുഭമായി മാത്രമേ നടക്കുകയുള്ളൂ. അല്ല, കുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന ആളെത്തിയില്ലേ? കണ്ടില്ലല്ലോ. ഇപ്പൊ വരും തിരുമേനി. ഫോൺ ചെയ്തിരുന്നോ? ചിലപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരിക്കും. അപ്പോൾ ഇവിടെ സർവശക്തിയായ ദേവിയും പുറത്ത് കുട്ടിയെ സംരക്ഷിക്കാൻ പോകുന്ന മനുഷ്യനെ നിൽക്കുമ്പോൾ എന്തിനാണ് കുട്ടി ഭയപ്പെടുന്നത്? എല്ലാം ഭംഗിയായി അവസാനിക്കും. ദേവി അനുഗ്രഹിക്കട്ടെ. പിന്നീട് അമ്പലത്തിലേക്ക് രവിവർമ്മനും എത്തുകയാണ്. തന്നെ കാണാതെ നിൽക്കുന്ന രവിവർമ്മനെ പുറകിൽ നിന്ന് ചെന്ന് പേടിപ്പിക്കുകയാണ് ശ്രീലക്ഷ്മി. ആ പ്രസാദം എന്ന് ശ്രീലക്ഷ്മി പറയുന്ന നേരം രവിവർമ്മൻ പറയുകയാണ്, അയ്യോ കയ്യിൽ പൊടിയാണ്, ബുദ്ധിമുട്ടില്ല എങ്കിൽ. നേരം ശ്രീലക്ഷ്മി ചുറ്റുമൊക്കെ നോക്കുകയാണ്. രവിവർമ്മൻ പറയുകയാണ്, ആരും നോക്കുന്നില്ല. ഇനിയിപ്പോ എനിക്ക് നോക്കിയാലും കുഴപ്പമൊന്നും ഇല്ല. തൽക്കാലം ഓക്കെ, പക്ഷെ ഇത് ശീലമാക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രീലക്ഷ്മി പ്രസാദം തൊടുകയാണ്. അതിനുശേഷം പ്രസാദം രവിവർമ്മന്റെ വായിൽ വെച്ചു കൊടുക്കുകയാണ് ശ്രീലക്ഷ്മി. നേരം ശ്രീലക്ഷ്മിക്ക് ഇടത് കണ്ണ് തുടിക്കുകയാണ്. രവിവർമ്മൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി ശ്രീലക്ഷ്മി? ഒന്നുമില്ല സാർ, കുറച്ചു സമയമായി ഇടത് കണ്ണ് തുടിക്കുന്നു. ഇടത്തെ കണ്ണ് തുടിച്ചാൽ ആപത്താണെന്ന് പറയാറില്ലേ? ഇത് കേട്ട് ചിരിക്കുകയാണ് രവിചന്ദ്രവർമ്മൻ. എന്നിട്ട് പറയുകയാണ്, കമോൺ ശ്രീലക്ഷ്മി, ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങൾ അല്ലേ? ഏതായാലും ഞാനില്ലേ തന്റെ കൂടെ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? കേട്ട് സന്തോഷത്തോടു കൂടി ശ്രീലക്ഷ്മി പറയുകയാണ്, അമ്പലത്തിലെ തിരുമേനിയും അത് തന്നെയാണ് സാർ പറഞ്ഞത്. തിരുമേനി എന്താ പറഞ്ഞത്? എന്റെ രക്ഷകൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നതെന്ന്. തിരുമേനി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഏതായാലും തന്റെ പേടി ഇപ്പോൾ തന്നെ ഞാൻ മാറ്റിത്തരാം. താൻ എന്റെ കണ്ണിലേക്ക് നോക്കുക. ഇതെന്താ സാർ, ഹിപ്നോട്ടൈസ് ചെയ്യുകയാണോ എന്നെ? നോക്കൂ എന്ന് പറയുകയാണ് രവിചന്ദ്രവർമ്മൻ. അന്നേരം ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുകയാണ്. ഇനി തന്റെ വലത് കണ്ണുകൊണ്ട് എന്നെ നോക്കുക. മാക്സിമം കണ്ണടയ്ക്കരുത് എന്ന് പറഞ്ഞിട്ട് ശ്രീലക്ഷ്മിയുടെ ഇടത് കണ്ണ് മറയ്ക്കുകയാണ് രവിചന്ദ്രവർമ്മൻ. അതിനുശേഷം ഇരുവരും കണ്ണുകളിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് രവിചന്ദ്രവർമ്മൻ ചോദിക്കുകയാണ്, ഇപ്പോ എങ്ങനെയുണ്ട്? ഇത് അതിശയമായിരിക്കുന്നല്ലോ. ഇപ്പൊ കുഴപ്പമില്ല സാർ. ഇതെന്താ, മാജിക് ആണോ? അല്ല, ഇതിനെയാണ് പ്രഷർ കംപ്രഷൻ എന്ന് പറയുന്നത്. തുടിക്കുന്ന കണ്ണ് പൊത്തിയിട്ട് മറ്റേ കൊണ്ട് നോക്കുമ്പോൾ സർക്കുലേഷൻ നോർമൽ ആകും. അപ്പോൾ കണ്ണിന്റെ തുടുപ്പും മാറും. അയ്യോ, ഇതൊക്കെ സാറിനറിയാമോ? രവിചന്ദ്രവർമ്മൻ പറയുകയാണ്, ഇങ്ങ് അടുത്തേക്ക് വന്നേ. അന്നേരം ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുകയാണ്. രവിചന്ദ്രവർമ്മൻ പതിയെ പറയുകയാണ്, ഇതിന് അധികം കഴിവൊന്നും വേണ്ട. തലയ്ക്കകത്ത് അല്പം ആൾതാമസം ഉണ്ടായാൽ മാത്രം മതി.
സാർ എന്ന് പറഞ്ഞ് പിണങ്ങി മാറുകയാണ് ശ്രീലക്ഷ്മി. അതിനിടയ്ക്ക് പിണങ്ങിയോ? ഇതാണ് സ്ത്രീകളുടെ കുഴപ്പം. സമയത്ത് വിശന്നില്ലെങ്കിലും കൃത്യസമയത്ത് പിണങ്ങിക്കോളും. പിന്നെ ഈ പിണക്കം മാറ്റാൻ പുരുഷന്മാരൊക്കെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കലാണ്. ഏതായാലും തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ എന്തായാലും ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് തനിക്ക് വേണ്ടി തരാൻ. ദേ നോക്ക്, തനിക്ക് വേണ്ടി കൊണ്ടുവന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും വളകൾ എടുത്ത് നീട്ടുകയാണ് രവിചന്ദ്രവർമ്മൻ. വളകൾ കണ്ട് വളരെ സന്തോഷത്തോടെ ഹായ് എന്നും പറഞ്ഞ് അത് വാങ്ങിക്കുകയാണ് ശ്രീലക്ഷ്മി. ഹായ്, കുപ്പിവളകൾ വളരെ രസമുണ്ടല്ലോ, താങ്ക് യു സാർ എന്ന് പറയുകയാണ് ശ്രീലക്ഷ്മി. ഇനി ആ കൈ നീട്ടിക്ക്. കയ്യിലിടുമ്പോഴേ വളകളുടെ യഥാർത്ഥ ഭംഗി അറിയാൻ പറ്റുകയുള്ളൂ. കൈ നീട്ടിയ ശേഷം പെട്ടെന്ന് പുറകോട്ട് വലിച്ചിട്ട് ശ്രീലക്ഷ്മി പറയണ, അയ്യോ ഇപ്പോ സാർ വേണ്ട. ഇപ്പോൾ വളകളിട്ടാൽ അത് വൈകുന്നേരം മൈലാഞ്ചി ഇടുമ്പോൾ ഊരേണ്ടി വരും. അത് വേണ്ട സാർ, ഒരു കാര്യം ചെയ്യാം. മൈലാഞ്ചി ഇട്ട ശേഷം രാത്രി നമുക്ക് ഇതിടാം. അപ്പോ പിന്നെ വീണ്ടും ഊരണ്ടല്ലോ, വിവാഹത്തിനും ഇത് തന്നെ ഇട്ടേക്കാം ഞാൻ. കയ്യിൽ ഇത് കാണുമ്പോൾ സാറിനെ ഓർക്കാമല്ലോ. അതുപോലെ. അന്നേരം രവിചന്ദ്രവർമ്മൻ ചോദിക്കുകയാണ്, അപ്പോ വള കണ്ടാലേ എന്നെ ഓർക്കുകയുള്ളൂ? അല്ല, അല്ലാതെയും ഓർക്കും. അപ്പോ ഓർക്കാൻ വേണ്ടി വള കണ്ടാലോ? അപ്പോൾ കൂടുതൽ ഓർക്കും. ആണോ ശരിക്കും എന്നൊക്കെ ചോദിക്കുകയാണ് രവിചന്ദ്രവർമ്മൻ. അതിനുശേഷം കുറെ തമാശകളൊക്കെ പറഞ്ഞു ചിരിക്കുകയാണ് രവിചന്ദ്രവർമ്മനും ശ്രീലക്ഷ്മിയും. അതിനുശേഷം ബ്യൂട്ടീഷ്യൻസിന്റെയും കൊണ്ട് രാജ്മോഹൻ എത്തുകയാണ്. അതിനുശേഷം അവരോട് രാജ്മോഹൻ പറയുകയാണ്, അതെ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അവർ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ സൂക്ഷിച്ചേ മറുപടി പറയാവൂ. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ നമ്മൾ പിടിയിലാവുന്നത് ആ രവിചന്ദ്രവർമ്മന്റെ കൈകളിൽ ആയിരിക്കും. ഒപ്പം ഈ അവസരം നഷ്ടപ്പെട്ടാൽ ജിഡിയും വയലന്റ് ആകും. അതുകൊണ്ട് ഈ മിഷൻ വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. അവർക്ക് യാതൊരു സംശയവും തോന്നില്ല. ഞങ്ങളേറ്റു, എന്നാലൊക്കെ ശരിവാ എന്നും പറഞ്ഞ് അവരെയും കൂട്ടി പോവുകയാണ് രാജ്മോഹൻ. ബ്യൂട്ടീഷ്യൻസിനെയും കൂട്ടി ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ എത്തുകയാണ് രാജ്മോഹൻ. സുദർശനെ കണ്ട് രാജ്മോഹൻ ചേട്ടാ നമസ്കാരം പറയുകയാണ്. സുദർശൻ രാജ്മോഹനെ സരോജാമ്മയ്ക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇത് ഇവന്റ് മാനേജ്മെന്റ് മോഹൻരാജ്. അയ്യോ എനിക്കറിയാം, അന്ന് രവിസാറിന്റെ വീട്ടിൽ വെച്ച് നമ്മൾ കണ്ടതല്ലേ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ജോലികളൊക്കെ നടക്കുന്നില്ലേ അവിടെ? എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് ചേച്ചി. ബ്യൂട്ടീഷ്യൻസിനെ ചൂണ്ടി സരോജം ചോദിക്കുകയാണ്, അല്ല ഇവരൊക്കെ ആരാ മനസ്സിലായില്ലല്ലോ. രാജ്മോഹൻ പറയുകയാണ്, ബ്യൂട്ടീഷ്യൻസ് ആണ് ചേച്ചി. ഇന്ന് വൈകുന്നേരം മൈലാഞ്ചി ഫംഗ്ഷൻ നടക്കുകയല്ലേ. ലക്ഷ്മി മാഡത്തിനെ ഫേഷ്യൽ ചെയ്യാൻ രേഖ മാഡം അയച്ചതാണ് ഇവരെ. അതെയോ? അയ്യോ മോളിപ്പോൾ ഇവിടെ ഇല്ലല്ലോ. ഫ്രണ്ട്സിനൊക്കെ കത്ത് കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇടയ്ക്ക് അമ്പലത്തിൽ കയറുമെന്ന് പറയുന്നതും കേട്ടു. ആണോ, എപ്പോ വരുമെന്ന് ചോദിക്കുകയാണ് ബ്യൂട്ടീഷ്യൻസ്. അയ്യോ അതറിയാൻ വയ്യ, ചിലപ്പോൾ ഉടൻ വരുമായിരിക്കും. ദർശൻ പറയുകയാണ്, മോൾക്ക് ഈ വലിയ മേക്കപ്പ് ഒന്നും ഇഷ്ടപ്പെടാറില്ല. സാധാരണ വളരെ സിമ്പിൾ ആയിട്ടാണ് ഒരുങ്ങാറുള്ളത്. അതല്ല ചേട്ടാ, രേഖ മാഡം പ്രത്യേകം പറഞ്ഞു വിട്ടതാണ്. ലക്ഷ്മി മാഡം ഞങ്ങളോടൊപ്പം വന്നേ പറ്റൂ. ബ്യൂട്ടീഷ്യൻ പറയാണ്, സാർ ഇത് ഹെവി മേക്കപ്പ് ഒന്നും അല്ല, ഞങ്ങൾ വളരെ നാച്ചുറൽ ആയിട്ടേ ചെയ്യൂ. എന്നാൽ എന്ന് പറഞ്ഞാൽ കല്യാണ പെണ്ണ് വളരെ സിമ്പിൾ ആയിട്ട് ഒരുങ്ങിയതുപോലെ ഇരിക്കും. അല്ലെങ്കിൽ നാട്ടുകാർ കുറ്റം പറയുന്നത് വീട്ടിലുള്ളവരെ ആയിരിക്കും. പറയണ, അതാണ് സത്യം. അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ ശ്രീടച്ച. അപ്പോ നമ്മളും അതുപോലെ തന്നെ നിൽക്കണ്ടേ? ശ്രീടച്ചൻ അവളെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കി, എവിടെ എത്തി എന്ന് ചോദിക്കുക. ലക്ഷ്മിയെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. സുദർശൻ പറയാണ്, ഫോണിൽ നിന്ന് കോൾ പോകുന്നില്ല, നെറ്റ്വർക്ക് ബിസിയാണെന്ന് തോന്നുന്നു. നീ ഇപ്പൊ രവിസാറിനെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? അല്ലെങ്കിൽ രേഖ മേഡത്തിനെ എന്നൊക്കെ പറയുമ്പോൾ രാജ്മോഹനും ബ്യൂട്ടീഷ്യൻസും ഒക്കെ പരിഭ്രമിക്കുകയാണ്. പെട്ടെന്ന് രാജ്മോഹൻ പറയാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല ചേട്ടാ, ചിലപ്പോ ആളിപ്പോൾ ഇങ്ങ് വരുമായിരിക്കും. പറയാണ്, അതെ അതെ, എന്തായാലും ഫംഗ്ഷൻ വൈകിട്ടല്ലേ, അപ്പോഴേക്കും റെഡി ആയാൽ മതിയല്ലോ. നേരം ശ്രീലക്ഷ്മി വീട്ടിൽ എത്തുകയാണ്. മോളെത്തിയല്ലോ എന്ന് സരോജമ്മ പറയുകയാണ്. രാജ്മോഹൻ ഹലോ മാഡം നമസ്കാരം എന്ന് പറയുകയാണ്. എന്താ വിശേഷിച്ചെന്ന് ചോദിക്കുമ്പോൾ സുദർശൻ പറയാണ്, അത് മോളെ ഇവര് നിന്നെ വിളിച്ചുകൊണ്ടു പോകാൻ വന്നതാണ്. വിളിച്ചുകൊണ്ടു പോകാനോ? എങ്ങോട്ട്? പറയാണ്, ആഹാ അത് കൊള്ളാം. വൈകുന്നേരത്തേക്ക് നിന്നെ ഒരുക്കി കൊണ്ടുവരാൻ വേണ്ടി രേഖ മാഡം അയച്ചതാണ് ഇവരെ. ആണോ? പക്ഷെ ഇന്നലെ മാഡം പറഞ്ഞത് ഫംഗ്ഷന് തൊട്ട് മുമ്പ് ഒരുങ്ങിയാൽ മതി എന്നാണല്ലോ. വിഷയം പറയുകയാണ്, മേക്കപ്പ് മാത്രമായിരുന്നെങ്കിൽ ഫംഗ്ഷന് മുമ്പ് മതിയായിരുന്നു മാഡം. ഇതിപ്പോ ഫേഷ്യലും മാനിക്യൂറും ഒക്കെ ചെയ്യണമെങ്കിൽ പാർലറിൽ തന്നെ പോകേണ്ടി വരും. പാർലറിലേക്കോ എന്ന് സംശയത്തോടെ ചോദിക്കുകയാണ് ശ്രീലക്ഷ്മി. യെസ് മാഡം, ഫേഷ്യൽ മാത്രമായിരുന്നെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാമായിരുന്നു. ബാക്കി വർക്കുകളുടെ എക്യുപ്മെന്റ്സ് എല്ലാം പാർലറിലാണ് ഉള്ളത്. അതുകൊണ്ട് മാഡം നേരിട്ട് വന്നാലേ കാര്യങ്ങൾ നടക്കൂ. അതെയോ? സോറി, ഞാൻ അങ്ങനെ പാർലറൊന്നും പോയിട്ട് ശീലമില്ല. ഫംഗ്ഷന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്താൽ മതിയായിരുന്നു. രാജ്മോഹൻ പറയാണ്, ജസ്റ്റ് ടച്ചപ്പ് ചെയ്താൽ മേക്കപ്പ് ചെയ്യുന്നത് പോലെയുള്ള ലുക്ക് കിട്ടില്ല മാഡം. മാത്രമല്ല ഇന്നത്തെ ഫംഗ്ഷന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ തന്നെ മാഡമാണ്. മാഡം ഇക്കാര്യത്തിൽ ഉഴപ്പരുത്. രേഖ മാഡം ഞങ്ങളായിരിക്കും വഴക്ക് പറയുക. പക്ഷേ എന്ന് പറയുമ്പോൾ ബ്യൂട്ടീഷ്യൻസ് പറയുകയാണ്, മാഡം പ്ലീസ്, ഇത് ഞങ്ങൾക്കൊരു ഇമ്പോർട്ടന്റ് വർക്കാണ്. മാഡത്തിനെ എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുക്കുന്നോ ഞങ്ങൾക്ക് അത്രയും പേര് കിട്ടും. ഞങ്ങളുടെ പ്രൊഫഷന്റെ കാര്യം കൂടി മാഡം ആലോചിക്കണം. പ്ലീസ് എന്ന് പറയുമ്പോൾ സരോജം പറയുകയാണ്, ചെല്ലു മോളെ,
ഇത്രയൊക്കെ പറയുന്നതല്ലേ, വെറുതെ എന്തിനാ വാശി പിടിക്കുന്നത്? അല്ലെങ്കിലും രേഖ മേഡം പറഞ്ഞു വിട്ടതല്ലേ ഇവരെ. പോകാതിരുന്നാൽ മേഡത്തിന് വിഷമമാകും, അത് നല്ലതല്ല. ശരിയമ്മേ, എങ്കിൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുകയാണ് ശ്രീലക്ഷ്മി. അതിനുശേഷം അവരോടൊപ്പം പോവുകയാണ് ശ്രീലക്ഷ്മി. വണ്ടിയിൽ കയറിയ ഉടനെ ക്ലോറോഫോം വെച്ച് ശ്രീലക്ഷ്മിയെ മണപ്പിക്കുകയാണ് ബ്യൂട്ടീഷ്യൻസ്. ഉടൻ തന്നെ ശ്രീലക്ഷ്മിക്ക് ബോധം പോവുകയാണ്. അതിനുശേഷം വഴിയരികിൽ വെയിറ്റ് ചെയ്യുന്ന ജിഡിയുടെ അടുത്തെത്തുകയാണ് അവരുടെ വണ്ടി. കാറിൽ നിന്നിറങ്ങിയ ജിഡി രാജ്മോഹനോട് ചോദിക്കുകയാണ്, എല്ലാം ഓക്കെ അല്ലേ? അതെ. അതിനുശേഷം വണ്ടിയിൽ ബോധമില്ലാതെ കിടക്കുന്ന ശ്രീലക്ഷ്മിയെ നോക്കി നിൽക്കുകയാണ് ജിഡി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.